നമുക്കൊരു കഥ പറഞ്ഞാലോ? നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരാളുടെ കഥ, മാർക്കോ പോളോ. പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വലിയൊരു ലോകസഞ്ചാരിയുടെ ചിത്രമാണല്ലേ? പക്ഷെ നമ്മൾ കേട്ടതിനേക്കാളൊക്കെ എത്രയോ വലിയ സാഹസികമായൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഈ കഥ തുടങ്ങുന്നത് മാർക്കോ പോളോയിൽ നിന്നല്ല. സത്യത്തിൽ അവൻ്റെ അച്ഛനായ നിക്കോളോ പോളോയിൽ നിന്നും അച്ഛൻ്റെ സഹോദരനായ മഫിയോ പോളോയിൽ നിന്നുമാണ്. ഇവർ വെനീസിലെ വലിയ കച്ചവടക്കാരായിരുന്നു. വെനീസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മായാനഗരം പോലെ. അവിടെ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും കച്ചവടക്കാർ യാത്ര പോയിരുന്നു. അങ്ങനെയിരിക്കെ നിക്കോളോയും മഫിയോയും ഒരു യാത്ര പുറപ്പെട്ടു. സാധാരണ ഒരു കച്ചവട യാത്രയായിരുന്നില്ല അത്. ജീവൻ പണയം വെച്ചുള്ള ഒരു സാഹസിക യാത്ര. കരയിലൂടെ അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. മാസങ്ങളല്ല, വർഷങ്ങളെടുത്തു ആ യാത്ര. ഒടുവിൽ അവർ എത്തിയത് എവിടെയാണെന്നോ? അന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായ കുബ്ലായ് ഖാൻ്റെ കൊട്ടാരത്തിൽ. ഇന്നത്തെ ചൈന ഉൾപ്പെടുന്ന വലിയൊരു ഭൂവിഭാഗത്തിൻ്റെ ചക്രവർത്തി. കുബ്ലായ് ഖാന് ഈ യൂറോപ്യൻ സഹോദരങ്ങളെ ഒരുപാട് ഇഷ്ടമായി. അവരുടെ സംസാരവും അറിവും കണ്ട് അദ്ദേഹം അതിശയിച്ചു പോയി. വർഷങ്ങളോളം അവരെ തൻ്റെ കൂടെ നിർത്തി പല ജോലികളും ഏൽപ്പിച്ചു. ഒടുവിൽ ഒരുപാട് കാലത്തിന് ശേഷം അവർക്ക് വെനീസിലേക്ക് മടങ്ങാൻ അനുവാദം കിട്ടി. നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തിരികെ വീട്ടിലെത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 15 വർഷം. അവർ പോകുമ്പോൾ നിക്കോളോയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. തിരിച്ചെത്തിയ നിക്കോളോ ആദ്യം കേട്ടത് ദുഃഖവാർത്തയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചു പോലുന്നു. പക്ഷേ ആ ദുഃഖത്തിനിടയിലും അവനെ കാത്തൊരു അത്ഭുതം ഇരിപ്പുണ്ടായിരുന്നു. താൻ പോകുമ്പോൾ ജനിച്ചിട്ടില്ലാത്ത തൻ്റെ മകൻ. അവനിപ്പോൾ 15 വയസ്സുള്ള ഒരു കൗമാരക്കാരനായി വളർന്നിരിക്കുന്നു. അച്ഛൻ്റെ മുഖം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, അച്ഛൻ്റെ സാഹസിക കഥകൾ മാത്രം കേട്ടു വളർന്ന ഒരു മകൻ. അങ്ങനെ അച്ഛനെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ആ കൗമാരക്കാരൻ, അവനാണ് നമ്മുടെ കഥാനായകൻ മാർക്കോ പോളോ. കഥ തുടങ്ങുന്നതിന് മുൻപേ ഒരു കാര്യം, നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കേൾക്കുന്നത് എന്നും ഇപ്പോൾ അവിടെ എത്രയാണ് സമയമെന്നും കൂടെ കമൻറ്റ് ചെയ്യാമോ? കൂട്ടത്തിൽ ഈ കഥകൾ കേട്ടുറങ്ങാൻ സാധിക്കുന്നുണ്ടോ എന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. അത് ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനമാവും. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ആ കൂടിക്കാഴ്ച ഒന്ന് ഓർത്തു നോക്കിക്കേ. അച്ഛൻ എന്ന വാക്ക് കേൾക്കുക മാത്രം ചെയ്തിട്ടുള്ള ഒരു മകൻ, തൻ്റെ മകൻ്റെ മുഖം മനസ്സിൽ സങ്കല്പിക്കുക മാത്രം ചെയ്തിട്ടുള്ള ഒരു അച്ഛൻ. അവരുടെ കണ്ണുകൾ ആദ്യമായി ഇടയുമ്പോൾ എന്തെല്ലാം വികാരങ്ങളായിരിക്കും ആ മനസ്സുകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവുക. അച്ഛൻ തിരിച്ചു വന്നതോടെ മാർക്കോയുടെ ലോകം തന്നെ മാറിമറിഞ്ഞു. അതുവരെ വെനീസിലെ തെരുവുകളിലും കനാലുകളിലും കൂട്ടുകാരുമായി കളിച്ചു നടന്ന ആ പയ്യൻ്റെ കാതുകളിലേക്ക് അച്ഛനും ചിറ്റപ്പനും അവിശ്വസനീയമായ കഥകളുടെ ഒരു പെരുമഴ തന്നെ പെയ്യിച്ചു. അവർ പറഞ്ഞ കഥകൾ വെറും കഥകളായിരുന്നില്ല, ജീവനുള്ള അനുഭവങ്ങളായിരുന്നു. യൂറോപ്പിൻ്റെ അതിരുകൾക്കപ്പുറമുള്ള ഒരു ലോകത്തിൻ്റെ നേർചിത്രങ്ങൾ. അവർ കണ്ട മനുഷ്യർ, അവരുടെ വസ്ത്രധാരണം, ഭാഷകൾ, വിചിത്രമായ ആചാരങ്ങൾ, സ്വർണം പൂശിയ മേൽക്കൂരകളുള്ള കൊട്ടാരങ്ങൾ, കടലാസുകൊണ്ട് പണമുണ്ടാക്കുന്ന സാമ്രാജ്യം, കറുത്ത കല്ലുകൾ കത്തിച്ച് തീ കായാൻ ഉപയോഗിക്കുന്ന ജനങ്ങൾ, കൽക്കരി, ആനകൾ, ഒട്ടകങ്ങൾ, പർവ്വതങ്ങൾ, ഓരോന്നും മാർക്കോയെ അത്ഭുതത്തിൻ്റെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോയി. ഏറ്റവും ആകർഷകമായത് കുബ്ലായ് ഖാൻ എന്ന ആ മഹാചക്രവർത്തിയെക്കുറിച്ചുള്ള വിവരണങ്ങളായിരുന്നു. ലോകത്തിൻ്റെ പകുതിയോളം ഭരിക്കുന്ന, ലക്ഷക്കണക്കിന് പടയാളികളുള്ള, സ്വർണവും രത്നങ്ങളും നിറഞ്ഞ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്ന ആ മനുഷ്യൻ്റെ രൂപം മാർക്കോയുടെ മനസ്സിൽ ഒരു ഇതിഹാസ നായകനെ പോലെ പതിഞ്ഞു. അച്ഛൻ കുബ്ലായ് ഖാൻ്റെ കൊട്ടാരത്തിലെ അതിഥിയായിരുന്നെന്ന് കേട്ടപ്പോൾ മാർക്കോയുടെ ഉള്ളിൽ അഭിമാനം നിറഞ്ഞു. നിക്കോളോയും മഫിയോയും വെറുതെ കഥ പറയുകയായിരുന്നില്ല. അവർ തങ്ങളുടെ മകനെ, അല്ലെങ്കിൽ അനന്തരവനെ, ഒരു പുതിയ ലോകത്തിനായി ഒരുക്കുകയായിരുന്നു. മാർക്കോയുടെ പഠനം അതോടെ മാറി. സാധാരണ കണക്കും എഴുത്തു മാത്രമല്ല, കച്ചവടത്തിൻ്റെ തന്ത്രങ്ങൾ, പലതരം നാണയങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഭൂപടങ്ങൾ വായിക്കാൻ, നക്ഷത്രങ്ങൾ നോക്കി വഴി കണ്ടെത്താൻ, പല ഭാഷകളുടെ അടിസ്ഥാന വാക്കുകൾ. നിക്കോളോ തൻ്റെ അനുഭവ സമ്പത്ത് മുഴുവൻ മകനിലേക്ക് പകർന്നു നൽകി. മാർക്കോ ഒരു സ്പോഞ്ച് പോലെ അതെല്ലാം ഒപ്പിയെടുത്തു. അവൻ്റെ കണ്ണുകളിൽ സാഹസികതയുടെ തീപ്പൊരികൾ മിന്നുന്നത് നിക്കോളോ ശ്രദ്ധിച്ചിരുന്നു. അവനിലും ഒഴുകുന്നത് അതേ പോളോ രക്തമാണല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവർക്ക് വെറുതെ വെനീസിൽ ഇരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ കുബ്ലായ് ഖാൻ ഒരു വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. എന്തായിരുന്നു ആ വാക്ക്? നിങ്ങൾ തിരിച്ചു വരണം. വരുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും അറിവുള്ള 100 പുരോഹിതന്മാരെയും യേശുവിൻ്റെ ശവകുടീരം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സ്ഥലത്തെ വിളക്കിൽ നിന്നും അല്പം വിശുദ്ധ എണ്ണയും കൊണ്ടുവരണം.
ഇതായിരുന്നു ഖാൻ്റെ ആവശ്യം. അദ്ദേഹത്തിന് ക്രിസ്തുമതത്തെയും യൂറോപ്യൻ സംസ്കാരത്തെയും പറ്റി കൂടുതൽ അറിയണമായിരുന്നു. ഈ വാക്ക് പാലിക്കാൻ അവർക്ക് പോപ്പിൻ്റെ സഹായം വേണമായിരുന്നു. എന്നാൽ അവർ വെനീസിൽ തിരിച്ചെത്തിയപ്പോൾ അറിഞ്ഞത് അന്നത്തെ പോപ്പായിരുന്ന ക്ലെമന്റ് ഡളലാമൻ മാർപ്പാപ്പ കാലം ചെയ്തു എന്നാണ്. പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ റോമിൽ നടക്കുകയാണ്. പക്ഷെ അത് നീണ്ടുപോയി. ദിവസങ്ങളല്ല, മാസങ്ങളല്ല, വർഷങ്ങൾ. ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ പോപ്പ് തിരഞ്ഞെടുപ്പായിരുന്നു അത്. ഏകദേശം 3 വർഷത്തോളം കത്തോലിക്ക സഭയ്ക്ക് ഒരു തലവനുണ്ടായിരുന്നില്ല. ഈ കാത്തിരിപ്പ് പോളോ സഹോദരന്മാരെ നിരാശരാക്കി. ഖാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയുന്നില്ല. ഇനിയും വൈകിയാൽ ഖാൻ തങ്ങളെ ചതിച്ചതാണെന്ന് കരുതും. അങ്ങനെ 2 വർഷത്തോളം വെനീസിൽ കാത്തിരുന്ന ശേഷം അവരൊരു തീരുമാനമെടുത്തു. ഇനി പോപ്പിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് തിരിച്ചു പോകാം. ഒരു പക്ഷേ നമ്മൾ യാത്ര തുടങ്ങുമ്പോഴേക്കും പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുമായിരിക്കും. അപ്പോഴാണ് ആ ചോദ്യം ഉയർന്നത്: മാർക്കോയെ കൂടെ കൊണ്ടുപോകണോ? അവനിപ്പോൾ 17 വയസ്സായിരിക്കുന്നു. നല്ല ആരോഗ്യവും ധൈര്യവുമുള്ള ചെറുപ്പക്കാരൻ. ലോകം കാണാൻ അവൻ്റെ കണ്ണുകളിൽ അടങ്ങാത്ത ആഗ്രഹമുണ്ട്. നിക്കോളോ ഒന്ന് മടിച്ചു. താൻ പോയതുപോലെയല്ല. സ്വന്തം മകനെ അത്രയും അപകടം പിടിച്ച ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകുക എന്നത് അതൊരു അച്ഛനും എളുപ്പമുള്ള തീരുമാനമല്ല. വഴികളിൽ പതിയിരിക്കുന്ന കൊള്ളക്കാർ, മരുഭൂമികളിലെ കൊടും ചൂട്, പർവ്വതങ്ങളിലെ മഞ്ഞുവീഴ്ച, അപരിചിതമായ രോഗങ്ങൾ, എന്തും സംഭവിക്കാം. പക്ഷേ മറുഭാഗത്ത് ഇതൊരു അവസരമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ചക്രവർത്തിയുടെ അടുത്തെത്താനുള്ള അവസരം. ഒരു സാധാരണ വെനീഷ്യൻ യുവാവിന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അനുഭവം. മാത്രമല്ല, മാർക്കോയുടെ ബുദ്ധിയും ഭാഷകൾ പഠിക്കാനുള്ള കഴിവും യാത്രയിൽ ഒരു മുതൽക്കൂട്ടാകുമെന്നും നിക്കോളോവിന് തോന്നി. അവസാനം ആ അച്ഛൻ തീരുമാനമെടുത്തു: അവൻ നമ്മോടൊപ്പം വരും. ആ വാർത്ത കേട്ട മാർക്കോയുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് സഫലമാകാൻ പോകുന്നത്. അങ്ങനെ 1271 പോളോ കുടുംബത്തിലെ 3 തലമുറകൾ, അച്ഛൻ നിക്കോളോ, ചിറ്റപ്പൻ മഫിയോ, പിന്നെ 17 വയസ്സുകാരനായ മകൻ മാർക്കോയും ആ ഐതിഹാസിക യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. അവരുടെ ലക്ഷ്യം ലോകത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള കുബ്ലായ് ഖാൻ്റെ സാമ്രാജ്യം. അവരാദ്യം യാത്ര തിരിച്ചത് കപ്പലിലാണ്. വെനീസിൽ നിന്ന് നേരെ ഇന്നത്തെ ഇസ്രായേലിലുള്ള ഏക്കർ എന്ന തുറമുഖ നഗരത്തിലേക്ക്. അക്കാലത്ത് കുരിശ് യുദ്ധക്കാർ ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഏക്കർ. അവിടെ വെച്ചാണ് അവർക്ക് ആ നല്ല വാർത്ത കിട്ടിയത്: പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഗ്രിഗറി 10 എന്ന പേരിൽ. ഭാഗ്യത്തിന് ഈ പുതിയ പോപ്പിന് പോളോ സഹോദരന്മാരെ നേരത്തെ അറിയാമായിരുന്നു. അദ്ദേഹം അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. കുബ്ലായ് ഖാൻ്റെ ആഗ്രഹം പോലെ 100 പുരോഹിതന്മാരെ കിട്ടിയില്ലെങ്കിലും അറിവും പാണ്ഡിത്യവുമുള്ള 2 പുരോഹിതന്മാരെ പോപ്പ് അവർക്കൊപ്പം അയച്ചു: നിക്കോളോ ഓഫ് ബിസൻസ, വില്യം ഓഫ് ട്രിപ്പോളി എന്നിവരെ. അതോടൊപ്പം ഖാൻ ആവശ്യപ്പെട്ട വിശുദ്ധ എണ്ണയും വിലയേറിയ സമ്മാനങ്ങളും പോപ്പിൻ്റെ കത്തുകളും അവർക്ക് ലഭിച്ചു. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളോടും കൂടി അവർ ഏക്കറിൽ നിന്ന് കരമാർഗം കിഴക്കൂട്ട് യാത്ര തുടങ്ങി. പക്ഷെ ആ യാത്രയുടെ തുടക്കത്തിൽ തന്നെ അവർക്ക് ആദ്യത്തെ തിരിച്ചടി നേരിട്ടു. അവർ സഞ്ചരിക്കുന്ന പ്രദേശം അത്ര സുരക്ഷിതമായിരുന്നില്ല. ഈജിപ്തിലെ മംലൂക്ക് സുൽത്താനായ ബൈബാർസ് ആ പ്രദേശങ്ങളിൽ യുദ്ധം നടത്തുകയായിരുന്നു. കൊള്ളയും കൊലയും സർവ്വസാധാരണമായിരുന്നു. യുദ്ധത്തിൻ്റെ ഭീകരത നേരിൽ കണ്ടപ്പോൾ കൂടെ വന്ന പുരോഹിതന്മാർ പേടിച്ചുപോയി. ഞങ്ങൾക്ക് വയ്യ, ഇത് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് അവർ തിരികെ ഏക്കറിലേക്ക് ഓടിപ്പോയി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥനയിൽ ജീവിക്കുന്ന പുരോഹിതന്മാർ പോലും പേടിച്ചോടിയ ഒരു വഴിയാണ് മുന്നിലുള്ളത്. പക്ഷേ പോളോകൾ പിന്മാറിയില്ല. നിക്കോളോയും മഫിയോയും ഇതിലും വലുത് കണ്ടവരാണ്. 17 വയസ്സുകാരനായ മാർക്കോയുടെ മനസ്സിൽ ഒരുപക്ഷെ ഭയം തോന്നിയിരിക്കാം. പക്ഷേ അച്ഛൻ്റെയും ചിറ്റപ്പൻ്റെയും ധൈര്യം അവന് പ്രചോദനമായി. അങ്ങനെ അവർ 3 പേരും മാത്രമായി ആ യാത്ര തുടർന്നു. അവർ തുർക്കിയിലൂടെയും അർമേനിയയിലൂടെയും മുന്നോട്ട് നീങ്ങി. മാർക്കോ ആദ്യമായി യൂറോപ്പിന് പുറത്തുള്ള ഒരു ലോകം കാണുകയായിരുന്നു. വ്യത്യസ്തമായ കെട്ടിടങ്ങൾ, പള്ളികൾക്ക് പകരം മിനാരങ്ങളുള്ള മോസ്കുകൾ, തലപ്പാവ് വെച്ച മനുഷ്യർ, മുഖം മറച്ച സ്ത്രീകൾ, കേട്ടിട്ടില്ലാത്ത ഭാഷകൾ, ഭക്ഷണത്തിൻ്റെ പുതിയ രുചികൾ. അവൻ്റെ കൗമാര മനസ്സ് ആ കാഴ്ചകളെല്ലാം ഒരു ഡയറിയിൽ എന്ന പോലെ കുറിച്ചെടുത്തു. അവൻ നോഹായുടെ പേടകം ഉറച്ചു എന്ന് പറയുന്ന അരാരത്ത് പർവ്വതം ദൂരെ നിന്ന് കണ്ടു. എണ്ണപ്പാടങ്ങൾ കണ്ടു. അന്ന് യൂറോപ്പിൽ എണ്ണ വിളക്ക് കത്തിക്കാൻ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ആളുകൾ അത് പലതരം അസുഖങ്ങൾക്കുള്ള മരുന്നായി ഉപയോഗിക്കുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. ഇനി അങ്ങോട്ട് അവരുടെ യാത്ര പേർഷ്യയുടെ ഇന്നത്തെ ഇറാനിലുള്ള വിശാലമായ ഭൂപ്രദേശങ്ങളിലൂടെയായിരുന്നു. ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോഴും യൂറോപ്പ് പിന്നിലേക്ക് മാഞ്ഞു പോകുകയും
ഏഷ്യയുടെ ഹൃദയത്തിലേക്ക് അവർ കൂടുതൽ കൂടുതൽ ആഴ്ന്നിറങ്ങുകയുമായിരുന്നു. കൊള്ളക്കാരുടെ പേടിപ്പെടുത്തുന്ന കഥകൾ നിറഞ്ഞ വഴികൾ, ചുട്ടുപൊള്ളുന്ന മണൽക്കാറ്റുകൾ, ദാഹിച്ചു വലയുന്ന ദിവസങ്ങൾ. ഈ യാത്രയുടെ തുടക്കം തന്നെ ഇത്ര കഠിനമാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തൊക്കെയാവും അവരെ കാത്തിരിക്കുന്നത്? ആ 17കാരൻ്റെ മനസ്സിൽ പ്രതീക്ഷയും ഭയവും ഒരുപോലെ നിറഞ്ഞിരുന്നു. അവരന്ന് യൂറോപ്യന്മാർ സരസന്മാരുടെ നാട് എന്ന് വിളിച്ചിരുന്ന ഇന്നത്തെ തുർക്കിയുടെയും ഇറാന്റെയും ഭാഗങ്ങളിലേക്കാണ് കടക്കുന്നത്. ഒന്നോർക്കണം, മാർക്കോയുടെ കണ്ണിലൂടെയാണ് നമ്മൾ ഈ ലോകം കാണുന്നത്. വെനീസിലെ കനാലുകളും പള്ളികളും മാത്രം കണ്ടുപരിചയിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നിലേക്ക് ഒരു പുതിയ ലോകം അതിൻ്റെ എല്ലാ വിചിത്രതകളോടും അത്ഭുതങ്ങളോടും കൂടി തുറന്നു വയ്ക്കപ്പെടുകയാണ്. അവൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. കാറ്റിൽ വരുന്ന പുതിയ ഗന്ധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളുടെയും ചുട്ടെടുത്ത റൊട്ടിയുടെയും ഒട്ടകങ്ങളുടെയും ഗന്ധം, കാഴ്ചകൾ. ഓ, എന്തെല്ലാം കാഴ്ചകളായിരുന്നു! യൂറോപ്പിലെ കല്ലുകൊണ്ട് കെട്ടിയ കെട്ടിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മണ്ണുകൊണ്ടും ഇഷ്ടിക കൊണ്ടും നിർമ്മിച്ച വീടുകൾ, അവയ്ക്ക് മുകളിൽ നീലാകാശത്തേക്ക് വിരൽ ചൂണ്ടും പോലെ നിൽക്കുന്ന മിനാരങ്ങൾ, കൃത്യമായ സമയങ്ങളിൽ അവിടെ നിന്നുയരുന്ന ബാങ്കിൻ്റെ ശബ്ദം. മാർക്കോയ്ക്ക് അതെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു. അവർ സഞ്ചരിക്കുന്ന വഴികൾ പുരാതനമായ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി കച്ചവടക്കാരും സൈന്യങ്ങളും സഞ്ചരിക്കുന്ന പാത. അതുകൊണ്ട് തന്നെ വഴികൾ പൂർണ്ണമായും വിജനമായിരുന്നില്ല. ഇടയ്ക്കിടെ അവർ വലിയ കച്ചവട സംഘങ്ങളെ കണ്ടുമുട്ടി. നൂറുകണക്കിന് ഒട്ടകങ്ങളും കോവർ കഴുതകളും, അവയുടെ പുറത്ത് നിറയെ പട്ടും സുഗന്ധദ്രവ്യങ്ങളും വിലയേറിയ കല്ലുകളും. ആ സംഘങ്ങളെ നയിക്കുന്ന കച്ചവടക്കാർ, അവരെ സംരക്ഷിക്കുന്ന ആയുധധാരികളായ അംഗരക്ഷകർ. ഓരോ സംഘവും ഒരു നാടുപോലെയായിരുന്നു. രാത്രികാലങ്ങളിൽ വഴിയരികിലെ സത്രങ്ങളിൽ അവർ തമ്പടിക്കുമ്പോൾ അവിടെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. പല ദേശക്കാർ, പല ഭാഷക്കാർ, പല വേഷക്കാർ എല്ലാവരും ഒത്തുകൂടി തീ കായുന്നു, ഭക്ഷണം പങ്കുവയ്ക്കുന്നു, തങ്ങൾ വന്ന വഴികളിലെ കഥകളും കേട്ടറിവുകളും പരസ്പരം കൈമാറുന്നു. ഈ സത്രങ്ങളിലെ സംഭാഷണങ്ങളിൽ നിന്നാണ് മാർക്കോ ലോകത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചത്. മുന്നോട്ടുള്ള വഴിയിലെ അപകടങ്ങളെക്കുറിച്ച്, എവിടെ നല്ല വെള്ളം കിട്ടുമെന്ന്, ഏതു വഴിയിലാണ് കൊള്ളക്കാരുടെ ശല്യം കൂടുതലെന്ന് എല്ലാം. ഈ കഥ പറച്ചിലുകൾക്കിടയിലാണ് അവൻ്റെ കാതുകളിലേക്ക് ആ പേര് ഒരു ഭീതിയോടെ കടന്നു വന്നത്. പർവ്വതത്തിലെ ആ വൃദ്ധൻ, ദി ഓൾഡ് മാൻ ഓഫ് ദ മൗണ്ടൻ. ആരായിരുന്നു ഈ വൃദ്ധൻ? പേർഷ്യയുടെ വടക്കു ഭാഗത്തുള്ള അൽബോർസ് പർവ്വതനിരകളിൽ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു കോട്ടയുണ്ടായിരുന്നു, അലാമുത്ത് കോട്ട. അവിടെയായിരുന്നു ഹഷാഷിൻ എന്നറിയപ്പെടുന്ന ഒരു നിഗൂഢ സംഘത്തിൻ്റെ നേതാവ് ജീവിച്ചിരുന്നത്. യൂറോപ്യന്മാർ അവരെ അസാസിൻസ് എന്ന് വിളിച്ചു. ആ പേര് കേട്ടാൽ തന്നെ അന്നത്തെ രാജാക്കന്മാർ വിറച്ചുപോയിരുന്നു. കാരണം അവർ ലോകം കണ്ട ഏറ്റവും സമർത്ഥരായ കൊലയാളികളായിരുന്നു. സത്രങ്ങളിൽ വെച്ച് കേട്ട കഥകൾ മാർക്കോയെ ശരിക്കും ഭയപ്പെടുത്തി. ആ കഥകൾ ഇങ്ങനെയായിരുന്നു. പർവ്വതത്തിലെ ആ വൃദ്ധൻ തൻ്റെ അനുയായികളെ തെരഞ്ഞെടുക്കുന്നത് ചെറുപ്പത്തിൽ നിന്നാണ്. എന്നിട്ട് അവർക്ക് ഒരു പ്രത്യേകതരം പാനീയം, ചിലർ പറയുന്നത് കഞ്ചാവ് കലർത്തിയ പാനീയമാണെന്നാണ്, കുടിക്കാൻ കൊടുക്കും. അത് കുടിച്ചു മയങ്ങി വീഴുന്ന അവരെ രഹസ്യമായി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആ സ്ഥലം ഒരു സ്വർഗമായിരുന്നു. മനോഹരമായ പൂന്തോട്ടങ്ങൾ, തേനും പാലും വീഞ്ഞും ഒഴുകുന്ന അരുവികൾ, സുന്ദരികളായ യുവതികൾ, ഏറ്റവും മികച്ച സംഗീതം. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറയുന്ന സ്വർഗം ഭൂമിയിൽ പുനഃസൃഷ്ടിച്ചതുപോലെ. കുറച്ചു ദിവസം അവരെ ആ സ്വർഗത്തിൽ ജീവിക്കാൻ അനുവദിക്കും. അവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത സുഖങ്ങൾ ആസ്വദിച്ച് കഴിയുമ്പോൾ അവരെ വീണ്ടും മയക്കിക്കിടത്തി തിരികെ കോട്ടയിലേക്ക് കൊണ്ടുവരും. ഉണരുമ്പോൾ അവർ പർവ്വതത്തിലെ വൃദ്ധൻ്റെ മുന്നിലായിരിക്കും. അദ്ദേഹം അവരോട് ചോദിക്കും, നിങ്ങൾ എവിടെയായിരുന്നു? അവർ പറയും, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ സ്വർഗത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ എന്നെ പറയുന്നത് അനുസരിച്ചാൽ നിങ്ങൾ മരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും ആ സ്വർഗത്തിലേക്ക് അയക്കാം. ഇനി നിങ്ങൾ എൻ്റെ ആജ്ഞകൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവണം. അങ്ങനെ സ്വർഗം വാഗ്ദാനം ചെയ്ത് ഏത് ക്രൂരകൃത്യം ചെയ്യാനും മടിയില്ലാത്തൊരു പറ്റം കൊലയാളികളെ അയാൾ സൃഷ്ടിച്ചെടുത്തു. ഒരു സൂചന കിട്ടിയാൽ മതി, ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള ശത്രുവിനെയും അവർ വകവരുത്തും. ഈ കഥകൾ കേട്ടപ്പോൾ മാർക്കോയുടെ ഉള്ളൊന്ന് കാളി. ഭാഗ്യത്തിന് പോളോമാർ അതുവഴി കടന്നു പോകുമ്പോൾ ഈ അസാസിൻ ഭീഷണി അവസാനിച്ചിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മംഗോളിയൻ സൈന്യം തന്നെ ആ കോട്ടയെ ആക്രമിച്ചു തരിപ്പണമാക്കിയിരുന്നു. എങ്കിലും ആ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ കേട്ട കഥകൾ മാർക്കോയുടെ മനസ്സിൽ ഒരു സിനിമ പോലെ ഓടിമറഞ്ഞു. ആ മലനിരകൾക്കൊരു പ്രത്യേക ഭീകരതയുണ്ടെന്ന് അവന് തോന്നി. പേർഷ്യയിലൂടെയുള്ള യാത്ര തുടർന്നപ്പോൾ മാർക്കോ കണ്ടത് അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. മനോഹരമായ പരവതാനികൾ നെയ്യുന്ന നഗരങ്ങൾ. അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച പരവതാനികൾ ഉണ്ടാക്കിയിരുന്നത് പേർഷ്യയിലാണ്. ചുവപ്പും നീലയും സ്വർണ്ണ നിറവുമൊക്കെയുള്ള നൂലുകൾ കൊണ്ട് അവർ നെയ്യുന്ന ഡിസൈനുകൾ കണ്ടാൽ ആരും നോക്കി നിന്നുപോകും. ഒരു കച്ചവടക്കാരൻ്റെ മകനായതുകൊണ്ട് തന്നെ മാർക്കോ അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞു. അവൻ അതിൻ്റെ നിർമ്മാണ രീതികളെക്കുറിച്ചും ഉപയോഗിക്കുന്ന നിറക്കൂട്ടുകളെക്കുറിച്ചുമെല്ലാം വിശദമായി മനസ്സിലാക്കി.
യാത്രക്കിടയിൽ അവർ സാബ എന്നൊരു നഗരത്തിലെത്തി. ഇന്നത്തെ ടെഹ്റാൻ അടുത്തുള്ള ഒരു സ്ഥലം. അവിടെ വെച്ചാണ് മാർക്കോയെ അമ്പരപ്പിച്ച മറ്റൊരു കാഴ്ച കണ്ടത്. ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഉണ്ണിയേശുവിനെ കാണാൻ കിഴക്ക് നിന്ന് 3 രാജാക്കന്മാർ പോയ കഥ. ആ 3 രാജാക്കന്മാരെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ നഗരത്തിലാണെന്ന് അവിടെയുള്ളവർ വിശ്വസിച്ചിരുന്നു. മാർക്കോ ആ കല്ലറകൾ നേരിൽ കണ്ടു. വളരെ മനോഹരമായി സൂക്ഷിച്ചിരുന്ന 3 വലിയ കല്ലറകൾ. അവിടെയുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ ആ കഥ മാർക്കോയ്ക്ക് വിവരിച്ചു കൊടുത്തു. ഈ 3 രാജാക്കന്മാർ, ബാൽത്തസാർ, മെൽക്കിയോർ, ഗ്യാസ്പർ, യേശുവിനെ കാണാൻ പോയി സ്വർണവും കുന്തിരിക്കറവും മീറയും സമ്മാനമായി നൽകി. തിരികെ വരുമ്പോൾ ഉണ്ണിയേശു അവർക്കൊരു ചെറിയ പെട്ടി സമ്മാനമായി കൊടുത്തു. തിരികെ നാട്ടിലെത്തിയ ശേഷം അവർ ആ പെട്ടി തുറന്നു നോക്കി. അതിനകത്ത് ഒരു കല്ല് മാത്രം. അവർക്ക് നിരാശ തോന്നി. ഇത്രയും ദൂരം പോയിട്ട് ആകെ കിട്ടിയത് ഈ കല്ലാണോ എന്ന് കരുതി അവർ ആ കല്ല് അടുത്തുള്ളൊരു കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. വലിച്ചെറിഞ്ഞതും ആ കിണറ്റിൽ നിന്ന് ആകാശത്തേക്ക് ഒരു വലിയ അഗ്നിജ്വാല ഉയർന്നു. അത് കണ്ടപ്പോൾ അവർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായി. അത് സാധാരണ കല്ലല്ല, ദൈവീകമായ ഒന്നായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. പിന്നീട് അവർ ആ തീയിൽ നിന്ന് അല്പം എടുത്ത് തങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയി ഒരു ക്ഷേത്രമുണ്ടാക്കി അവിടെ കെടാതെ സൂക്ഷിച്ചു. ഈ കഥ മാർക്കോയെ വല്ലാതെ ആകർഷിച്ചു. താൻ കേട്ടറിഞ്ഞ ബൈബിൾ കഥകളിലെ ഒരു ഭാഗം കൺമുന്നിൽ കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം, അത് അവൻ്റെ യാത്രയുടെ ക്ഷീണമൊക്കെ മാറ്റി. പക്ഷേ പേർഷ്യയുടെ എല്ലാ ഭാഗവും ഇങ്ങനെ കഥകൾ നിറഞ്ഞതായിരുന്നില്ല. യാത്രയുടെ ഏറ്റവും കഠിനമായ ഭാഗം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്കോട്ട് പോകുന്തോറും പച്ചപ്പും മരങ്ങളും കുറഞ്ഞു വന്നു. അവർ പേർഷ്യയുടെ വലിയ മരുഭൂമികളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ദസ്തി കബീർ, ദസ്തി ലൂത്ത് പേരുകേട്ട മരുഭൂമികൾ. അവിടെ സൂര്യൻ ഒരു തീക്കട്ട പോലെ മുകളിൽ കത്തി നിൽക്കുന്നു. താഴെ ചുട്ടുപഴുത്ത മണൽ, കണ്ണത്താദൂരത്തോളം വിജനത മാത്രം. പകൽ സമയത്ത് യാത്ര അസാധ്യമാണ്. അതുകൊണ്ട് രാത്രിയിലെ തണുപ്പിലാണ് അവർ സഞ്ചരിച്ചിരുന്നത്. ദാഹം സഹിക്കാൻ വയ്യാതെയാകും. കയ്യിലുള്ള വെള്ളം വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം. പലപ്പോഴും ഉപ്പുവെള്ളമുള്ള ഉറവുകളാണ് കാണാൻ കഴിയുക. അത് കുടിച്ചാൽ ദാഹം കൂടുകയുള്ളൂ. ദിവസങ്ങളോളം ഒരേ കാഴ്ച, മണൽ, മണൽ മാത്രം. ചിലപ്പോൾ ദൂരെയായി പച്ചപ്പും തടാകവും കാണും. ഒരുപാട് പ്രതീക്ഷയോടെ അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോൾ അതൊരു മരീചിക മാത്രമാണെന്ന് തിരിച്ചറിയും. മരുഭൂമി അവരെ കളിയാക്കുന്നത് പോലെ തോന്നും. രാത്രികാലങ്ങളിൽ മണൽക്കാറ്റടിക്കുമ്പോൾ വഴി അടയാളങ്ങളെല്ലാം മാഞ്ഞുപോകും. വഴിതെറ്റിയാൽ മരണമുറക്കം. മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ദുരാത്മാക്കളുടെ കഥകളും അവർ കേട്ടിരുന്നു. കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിചിത്രമായ ശബ്ദങ്ങൾ ഈ ആത്മാക്കൾ യാത്രക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. 8 ദിവസം നീണ്ടുനിന്ന അങ്ങനെ ഒരു മരുഭൂമി യാത്രയെക്കുറിച്ച് മാർക്കോ പിന്നീട് എഴുതുന്നുണ്ട്. ആ 8 ദിവസവും അവർ ശരിക്കും മരണത്തെ മുഖാമുഖം കണ്ടുകയായിരുന്നു. ഒടുവിൽ ഒരു മലയിടുക്കിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവർക്ക് വിശ്വസിക്കാനായില്ല. ഒരു ചെറിയ അരുവി. ആ ശുദ്ധജലം അവർ കോരി കുടിച്ചപ്പോൾ കിട്ടിയ ആശ്വാസം ഒരു പക്ഷേ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ കഠിനമായ യാത്ര മാർക്കോയെ ഒരുപാട് മാറ്റി. വെനീസിലെ ആ കൗമാരക്കാരൻ പതിയെ പതിയെ ലോകപരിചയമുള്ള കഷ്ടപ്പാടുകളെ അതിജീവിക്കാൻ പഠിച്ച ഒരു പുരുഷനായി മാറുകയായിരുന്നു. അവൻ ക്ഷമ പഠിച്ചു, സഹനം പഠിച്ചു, ചെറിയ കാര്യങ്ങളുടെ പോലും വില മനസ്സിലാക്കി. പേർഷ്യയുടെ കഥകളും അത്ഭുതങ്ങളും അപകടങ്ങളും പിന്നിലാക്കി അവർ കിഴക്കോട്ട് യാത്ര തുടർന്നു. അവരുടെ അടുത്ത ലക്ഷ്യം ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമായ ബദാഖ്ഷാനായിരുന്നു. അവിടെ അവർ കാത്തിരുന്നത് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട നീലക്കല്ലായ ലാപ്പിസ് ലസൂലിയുടെ ഖനികളും അതിനേക്കാളെല്ലാം വലിയ മറ്റൊരു വെല്ലുവിളിയുമായിരുന്നു. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതനിരകൾ. യാത്രയുടെ ഓരോ ഘട്ടവും മാർക്കോ എന്ന ചെറുപ്പക്കാരനെ കൂടുതൽ കരുത്തനാക്കിക്കൊണ്ടിരുന്നു. അവനിപ്പോൾ ഭൂപ്രകൃതി മാറുന്നത് ശ്രദ്ധിക്കാൻ പഠിച്ചു, കാലാവസ്ഥയുടെ സൂചനകൾ മനസ്സിലാക്കാൻ പഠിച്ചു, പലതരം മനുഷ്യരെയും അവരുടെ ജീവിത രീതികളെയും നിരീക്ഷിക്കാൻ പഠിച്ചു. അവർ കിഴക്കോട്ട് സഞ്ചരിച്ച് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ബദാഖ്ഷൻ എന്ന പ്രവിശ്യയിലെത്തി. അതൊരു അത്ഭുത ലോകമായിരുന്നു. വരണ്ടുണങ്ങിയ പ്രദേശങ്ങൾ പിന്നിട്ടെത്തിയ അവർക്ക് മുന്നിൽ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ, മഞ്ഞു മൂടിയ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകി വരുന്ന ക്രിസ്റ്റൽ പോലെ തെളിഞ്ഞ നദികൾ. ഇവിടുത്തെ വായുവിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. വളരെ ശുദ്ധവും ആരോഗ്യപ്രദവുമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അസുഖമുള്ള ആളുകൾ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ആ താഴ്വരകളിൽ നിന്ന് താമസിക്കാറുണ്ടായിരുന്നു എന്ന് മാർക്കോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ബദാഖ്ഷാൻ്റെ യഥാർത്ഥ ആകർഷണം അതായിരുന്നില്ല. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു നിധിയായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും മികച്ച ലാപ്പിസ് ലസൂലി എന്ന നീലക്കല്ല് ഖനനം ചെയ്തിരുന്നത് ഇവിടെ നിന്നാണ്. ആകാശത്തിൻ്റെ നീലിമയും സ്വർണത്തിൻ്റെ തിളക്കവും ഒരുമിച്ച് ചേർന്ന അതിമനോഹരമായ ഒരു നീലക്കല്ല്. പുരാതന ഈജിപ്തിലെ ഫറവോമാരുടെ കല്ലറകളിൽ വരെ ഈ കല്ല് ഉപയോഗിച്ചിരുന്നു.
അത്രയും വിലപിടിപ്പുള്ള ഒന്നായിരുന്നു അത്. ഈ കല്ല് പൊടിച്ചാണ് ചിത്രകാരന്മാർ ഉപയോഗിക്കുന്ന ഏറ്റവും വില കൂടിയ അൾട്രാമറൈൻ എന്ന് നീലച്ചായം ഉണ്ടാക്കിയിരുന്നത്. മാർക്കോ ആ ഖനികൾ കണ്ടു. പർവ്വതങ്ങളുടെ ഉള്ളിലേക്ക് തുരന്നുണ്ടാക്കിയ ഗുഹകളിൽ ആളുകൾ കഠിനാധ്വാനം ചെയ്ത് ആ നീലക്കല്ലുകൾ വെട്ടിയെടുക്കുന്ന കാഴ്ച അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. അതുപോലെ ലോകത്തിലെ ഏറ്റവും മികച്ച മാണിക്യം എന്നവർ അന്ന് കരുതിയിരുന്ന ബാലാസ് റൂബിയുടെ ഖനികളും അവിടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ അത് റൂബിയല്ല, ചുവന്ന നിറമുള്ള സ്പിനൽ എന്ന മറ്റൊരു തരം കല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ സൗന്ദര്യം റൂബിയെ വെല്ലുന്നതായിരുന്നു. ഈ ഖനികളെല്ലാം അവിടുത്തെ രാജാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ആർക്കും അവിടെ ഖനനം നടത്താൻ അനുവാദമുണ്ടായിരുന്നില്ല. ഈ സമ്പന്നമായ നാട്ടിൽ അവർ കുറച്ചുകാലം തങ്ങി, യാത്രയുടെ ക്ഷീണമകറ്റാനും മുന്നോട്ടുള്ള അതികഠിനമായ യാത്രയ്ക്ക് തയ്യാറെടുക്കാനും. പക്ഷേ ആ വിശ്രമം അവർ വിചാരിച്ചതിലും നീണ്ടുപോയി. മാർക്കോയ്ക്കൊരു തരം പനി പിടിപെട്ടു. മലമ്പനിയായിരിക്കാം. അവൻ്റെ ആരോഗ്യം ക്ഷയിച്ചു. യാത്ര തുടരാൻ കഴിയാത്ത അവസ്ഥയിലായി. 1 വർഷത്തോളം അവർക്ക് ആ താഴ്വരയിൽ കഴിയേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വീട്ടിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ അപരിചിതമായ ഒരു നാട്ടിൽ മകൻ അസുഖബാധിതനായി കിടക്കുമ്പോൾ നിക്കോളോ എന്ന അച്ഛൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? യാത്ര ഇവിടെ അവസാനിക്കുമോ എന്ന് പോലും അവർ ഭയന്നിരിക്കാം. പക്ഷേ ബദാഖ്ഷാനിലെ ശുദ്ധമായ വായുവും നല്ല ഭക്ഷണവും പതിയെ പതിയെ മാർക്കോയുടെ ആരോഗ്യം വീണ്ടെടുത്തു. ആ 1 വർഷം അവൻ ആ പ്രദേശത്തെയും അവിടുത്തെ ആളുകളെയും കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവസരമായി മാറി. അവിടുത്തെ ആളുകൾ മികച്ച വേട്ടക്കാരായിരുന്നു. അവരുടെ കുതിരകൾ വളരെ പേരുകേട്ടവയായിരുന്നു. അവരുടെ രാജാക്കന്മാർ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിൻഗാമികളാണെന്ന് അവകാശപ്പെട്ടിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ മനസ്സിലാക്കി. ഒടുവിൽ ആരോഗ്യം വീണ്ടെടുത്ത മാർക്കോ യാത്ര തുടരാൻ തയ്യാറായി. ഇനി അവർക്ക് മുന്നിലുള്ളതൊരു സാധാരണ മലനിരയല്ല, അതൊരു പർവ്വത സാമ്രാജ്യമാണ്. സഞ്ചാരികൾ ഭയത്തോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന പാമീർ പർവ്വതനിരകൾ. അവരതിനെ വിളിച്ചിരുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നായിരുന്നു. കാരണം അത് അത്രയും ഉയരത്തിലായിരുന്നു. ഹിമാലയവും കാരക്കോറവും ഹിന്ദുകുഷും എല്ലാം കൂടിച്ചേരുന്ന ഒരു ഭീമാകാരനായ പർവ്വത സംഗമം. ആ പർവ്വതങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് മാറ്റം അനുഭവിച്ചു തുടങ്ങി. മരങ്ങൾ കുറഞ്ഞു വന്നു, പച്ചപ്പ് മാഞ്ഞുപോയി, തണുപ്പ് ശരീരത്തിലേക്ക് തുലച്ചു കയറാൻ തുടങ്ങി. അവർ ധരിച്ചിരുന്ന കമ്പിളി വസ്ത്രങ്ങൾക്ക് ആ തണുപ്പിനെ പൂർണ്ണമായും തടഞ്ഞു നിർത്താനായില്ല. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. ഉയരം കൂടുന്തോറും വായുവിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതായിരുന്നു കാരണം. ഇന്ന് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറയുന്ന അവസ്ഥ. പക്ഷെ അന്ന് അവർക്ക് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. 40 ദിവസം നീണ്ടുനിന്ന ഒരു യാത്രയായിരുന്നു അത്. പാമീർ പീഠഭൂമിയിലൂടെയുള്ള ആ യാത്രയെക്കുറിച്ച് മാർക്കോ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സ്ഥലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ്. ഇവിടെ ഒരു പക്ഷിയും പറക്കുന്നത് കാണാൻ കഴിയില്ല. വായു അത്രത്തോളം നേർത്തതും തണുപ്പുള്ളതുമാണ്. തീ കത്തിച്ചാൽ പോലും അതിന് സാധാരണ സ്ഥലങ്ങളിലെ പോലെ ചൂടുണ്ടാവില്ല. ഭക്ഷണ സാധനങ്ങൾ വേവിക്കാൻ പോലും ഇരട്ടി സമയമെടുക്കും. അതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. തീ കത്തിച്ചിട്ട് പോലും അതിന് ചൂടില്ലാത്ത ഒരവസ്ഥ. വിശാലമായ വിജനമായ ഒരു പീഠഭൂമി. എങ്ങോട്ട് നോക്കിയാലും മഞ്ഞുമൂടിയ കൊടുമുടികൾ മാത്രം. മരങ്ങളോ ചെടികളോ ഇല്ല. മനുഷ്യവാസമില്ല. പകൽ സമയത്ത് സൂര്യൻ്റെ വെളിച്ചം മഞ്ഞിൽ തട്ടി കണ്ണഞ്ചിപ്പിക്കും. രാത്രിയിലാകട്ടെ തണുപ്പ് അസ്ഥികളെ മരവിപ്പിക്കും. ആകാശത്ത് നക്ഷത്രങ്ങൾ ഒരു വെള്ളി പരവതാനി വിരിച്ചതുപോലെ കാണാം. പക്ഷെ ആ സൗന്ദര്യം ആസ്വദിക്കാനാവാത്ത വിധം തണുപ്പായിരിക്കും. ഈ യാത്രയിൽ അവർക്ക് വഴികാട്ടികളായി ഉണ്ടായിരുന്നത് ആ ചുറ്റുപാടുകളുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന തദ്ദേശീയരായ ആളുകളായിരുന്നു. ഈ കൊടും തണുപ്പിലും സാഹചര്യത്തിലും ജീവിക്കുന്ന മൃഗങ്ങളെയും മാർക്കോ അത്ഭുതത്തോടെ നോക്കി. പ്രത്യേകിച്ച് വലിയ വളഞ്ഞ കൊമ്പുകളുള്ള ഒരു തരം കാട്ടാടുകളെ. ആ ആടുകൾക്ക് പിന്നീട് മാർക്കോയുടെ പേര് തന്നെയാണ് ശാസ്ത്രലോകം നൽകിയത്: ഓവിസ് ആമോൺ പോളി അഥവാ മാർക്കോ പോളോ ഷീപ്പ്. അത്രയേറെ ആഴത്തിൽ അവൻ ആ ജീവികളെ നിരീക്ഷിച്ചിരുന്നു. 40 ദിവസത്തെ ആ ദുർഘടമായ യാത്രയ്ക്കിടെ എത്ര തവണ അവർ പിന്മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കാം. എത്ര തവണ തങ്ങളുടെ വിധി ഈ മഞ്ഞുമലകളിൽ അവസാനിക്കുമെന്ന് കരുതിയിരിക്കാം. പക്ഷേ അവരുടെ ലക്ഷ്യം വളരെ വലുതായിരുന്നു: കുബ്ലായ് ഖാന്റെ കൊട്ടാരം. ആ ഒരു ചിന്ത മാത്രമാണ് അവരെ മുന്നോട്ട് നയിച്ചത്. ദിവസങ്ങൾക്ക് ശേഷം പതുക്കെ പതുക്കെ അവർ ആ പർവ്വത സാമ്രാജ്യം കടന്ന് താഴേക്കിറങ്ങാൻ തുടങ്ങി. താഴേക്കെത്തുന്തോറും ശ്വാസമെടുക്കാൻ എളുപ്പമായി. തണുപ്പ് കുറഞ്ഞു വന്നു. കാലങ്ങൾക്ക് ശേഷം ഒരു മരം കണ്ടപ്പോൾ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. അവർ എത്തിച്ചേർന്നത് ഇന്നത്തെ ചൈനയുടെ അതിർത്തിയിലുള്ള കഷ്ഗർ എന്ന നഗരത്തിലാണ്. സിൽക്ക് റൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രം. പല സംസ്കാരങ്ങൾ കൂടിച്ചേരുന്ന ഒരിടം. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ള കച്ചവടക്കാർ കണ്ടുമുട്ടുന്ന സ്ഥലം. വർഷങ്ങൾക്ക് ശേഷം ഒരു നഗരത്തിൻ്റെ ആരവം കേട്ടപ്പോൾ, ആളുകളെ കണ്ടപ്പോൾ അവർക്ക് വലിയ ആശ്വാസം തോന്നി. കഷ്ഗറിലെ ചന്തകൾ വളരെ പ്രസിദ്ധമായിരുന്നു. അവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. പഴങ്ങൾ, തുണിത്തരങ്ങൾ, മൃഗങ്ങൾ, അടിമകൾ വരെ വിൽക്കപ്പെട്ടിരുന്നു. കഷ്ഗറിൽ വെച്ച് മാർക്കോ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു തരം ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ എന്ന അസുഖം സാധാരണമായിരുന്നു. അവിടുത്തെ വെള്ളത്തിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് അതെന്ന് ആളുകൾ വിശ്വസിച്ചു.
ഇന്ന് നമുക്കറിയാം അയഡിൻ്റെ കുറവ് കൊണ്ടാണ് ആ സുഖമുണ്ടാകുന്നതെന്ന്. കഷ്ഗറിൽ നിന്ന് അവരുടെ യാത്ര കിഴക്കോട്ട് തുടർന്നു. ഇനി അവർക്ക് മുന്നിലുള്ളത് മറ്റൊരു ഭീകരമായ വെല്ലുവിളിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമികളിലൊന്നായ ടക്കലമക്കാൻ മരുഭൂമി. ആ പേരിൻ്റെ അർത്ഥം തന്നെ അകത്തേക്ക് പോയാൽ പുറത്തേക്ക് വരാൻ കഴിയില്ല എന്നാണ്. പക്ഷേ അവർ അതിൻ്റെ വശങ്ങളിലൂടെയുള്ള താരതമ്യേന സുരക്ഷിതമായ പാതയാണ് തിരഞ്ഞെടുത്തത്. എങ്കിലും ആ യാത്ര മറ്റൊരു വലിയ മരുഭൂമിയായ ഗോബിയിലൂടെ ആയിരുന്നു. ലോകത്തിൻ്റെ മേൽക്കൂര കയറിറങ്ങിയ അവർക്ക് മുന്നിൽ ഇപ്പോൾ പരന്നുകിടക്കുന്നത് മണലിൻ്റെ ഒരു മഹാസമുദ്രമാണ്. പാമിർ പർവ്വതങ്ങൾ അവരുടെ ശാരീരികമായ കരുത്തിനെയാണ് പരീക്ഷിച്ചതെങ്കിൽ ഗോബി മരുഭൂമി അവരുടെ മാനസികമായ കരുത്തിനെയാണ് പരീക്ഷിക്കാൻ പോകുന്നത്. പാമീർ പർവ്വതനിരകളുടെ മരവിപ്പിക്കുന്ന തണുപ്പും ശ്വാസം മുട്ടിക്കുന്ന ഉയരങ്ങളും അതിജീവിച്ച് പോളോ സംഘം ഇപ്പോൾ സിൽക്ക് റൂട്ടിലെ ഒരു പ്രധാന ഇടത്താവളമായ കഷ്ഗറിൽ നിന്ന് കിഴക്കോട്ട് യാത്ര തുടരുകയാണ്. അവരുടെ മുന്നിൽ പരന്നുകിടക്കുന്നത് ഭൂമിയിലെ മറ്റൊരു ഭീകര സൗന്ദര്യമാണ്, ഗോബി മരുഭൂമി. പേർഷ്യയിൽ അവർ കടന്നുപോയ മരുഭൂമികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഇത്. ദാഷ്ട് ഇ ലൂദ് ഒരു ഉപ്പു മരുഭൂമിയായിരുന്നെങ്കിൽ ഗോബി കല്ലുകളും മണലും നിറഞ്ഞ അതിവിശാലമായ ഒരു തരിശുനിലമായിരുന്നു. യാത്ര തുടങ്ങുന്നതിന് മുൻപ് ലോപ്നൂർ എന്ന തടാകക്കരയിലുള്ള ഒരു പട്ടണത്തിൽ അവർ തങ്ങി. അവിടെ വെച്ച് 1 മാസത്തേക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും സംഭരിച്ചു. കാരണം മുന്നോട്ടുള്ള യാത്രയിൽ ഒരു തുള്ളി വെള്ളമോ ഒരു തരി മണ്ണിൽ മുളച്ച പുല്ലോ കണ്ടെത്താൻ കഴിയില്ലെന്ന് അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. ആ പട്ടണം ഒരവസാനത്തെ ഔട്ട് പോസ്റ്റ് പോലെയായിരുന്നു. അതിനപ്പുറം നാഗരികതയുടെ ഒരു ലക്ഷണവും കാണാൻ കഴിയില്ല. അങ്ങനെ ഒട്ടകങ്ങളുടെയും കോവർ കഴുതകളുടെയും ഒരു ചെറിയ സംഘവുമായി അവർ ഗോബിയുടെ ഹൃദയത്തിലേക്ക് കാലെടുത്തു വെച്ചു. ആ യാത്രയെക്കുറിച്ച് മാർക്കോ വിവരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരാളലുണ്ടാകും. ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് കുറഞ്ഞത് 1 മാസമെങ്കിലും വേണം അതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്താൻ. പകൽ സമയങ്ങളിൽ വിശ്രമിച്ച് രാത്രികാലങ്ങളിലാണ് യാത്ര. കാരണം രാത്രിയിൽ താരതമ്യേന തണുപ്പായിരിക്കും. പക്ഷേ ഗോബിയിലെ യഥാർത്ഥ ഭീഷണി ചൂടോ ദാഹമോ ആയിരുന്നില്ല, അത് ഏകാന്തതയായിരുന്നു. ദിവസങ്ങളോളം ഒരേ കാഴ്ച, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽക്കുന്നുകളും പാറകളും, മുകളിൽ നീല ആകാശം, താഴെ മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലുള്ള ഭൂമി, മറ്റൊന്നുമില്ല. ഈ അനന്തമായ ശൂന്യത ഏതൊരാളുടെയും മനസ്സിനെ തളർത്തും. ഈ ഏകാന്തതയിലാണ് ഗോബിയുടെ യഥാർത്ഥ അപകടം പതിഞ്ഞിരുന്നത്. യാത്രക്കാർക്കിടയിൽ പണ്ടുമുതലേ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഗോബിയിൽ ദുരാത്മാക്കൾ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന്. ഈ ആത്മാക്കൾ യാത്രക്കാരെ വഴിതെറ്റിച്ച് മരണത്തിലേക്ക് നയിക്കുമത്രേ. സത്രങ്ങളിലും കച്ചവട സംഘങ്ങളിലും വെച്ച് മാർക്കോ ഈ കഥകൾ ഒരുപാട് കേട്ടിരുന്നു. ആ കഥകൾ ഇങ്ങനെയായിരുന്നു: രാത്രിയുടെ നിശബ്ദതയിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് നിങ്ങളുടെ പേര് വിളിക്കുന്നത് പോലെ തോന്നും. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരുടെയെങ്കിലും ശബ്ദം കേൾക്കും. നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയാൽ പിന്നെ നിങ്ങൾക്ക് വഴിതെറ്റും. നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും. പിന്നെ ഒരിക്കലും നിങ്ങളുടെ സംഘത്തെ കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾ ആ മരുഭൂമിയിൽ അലഞ്ഞ് ഒടുവിൽ വിശപ്പും ദാഹവും കൊണ്ട് മരിക്കും. ചിലപ്പോൾ ദൂരെയായ ഒരു വലിയ കച്ചവട സംഘം പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കും. ഒട്ടകങ്ങളുടെ കഴുത്തിലെ മണികിലുങ്ങും ആളുകളുടെ സംസാരവും. നിങ്ങൾ ആ ശബ്ദം കേട്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ ആരെയും കാണില്ല. അതും ഈ ദുരാത്മാക്കളുടെ ഒരു തന്ത്രമാണ്. ചില യാത്രക്കാർക്ക് മുന്നിൽ കുതിരപ്പടയാളികൾ മാർച്ച് ചെയ്യുന്നതിൻ്റെ ശബ്ദം പോലും കേട്ടിട്ടുണ്ടത്രേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ചിരി വരും. കാറ്റടിക്കുമ്പോൾ മണൽതരികൾ തമ്മിൽ ഉരസി ഉണ്ടാകുന്ന ശബ്ദങ്ങളോ അല്ലെങ്കിൽ ഏകാന്തതയും ഭയവും കാരണം മനസ്സിന് തോന്നുന്ന വെറും ഭ്രമങ്ങളോ ആണിതെന്ന് നമുക്കറിയാം. പക്ഷേ അന്നത്തെ കാലത്ത് ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ഇല്ലാതിരുന്ന ആ ലോകത്ത് ഈ കഥകൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. മാർക്കോയും സംഘവും അതീവ ജാഗ്രതയോടെയാണ് യാത്ര ചെയ്തത്. അവർ പരസ്പരം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു. ഒട്ടകങ്ങളുടെ കഴുത്തിൽ മണികൾ കെട്ടി. അങ്ങനെ ആ ശബ്ദം കേട്ട് എല്ലാവരും ഒരുമിച്ചുണ്ടെന്ന് ഉറപ്പുവരുത്തി. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും അവർക്ക് ഈ കഥകൾ ഓർമ്മ വന്ന് ഭയം തോന്നിയിരിക്കാം. കാറ്റടിക്കുമ്പോഴുണ്ടാകുന്ന വിചിത്രമായ മൂളലുകൾ കേട്ട് അവർ ഞെട്ടി ഉണർന്നിരിക്കാം. ചിലപ്പോൾ വായുവിൽ ഒരുപാട് സംഗീതോപകരണങ്ങൾ ഒരുമിച്ച് വായിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാം, പ്രത്യേകിച്ച് ഡ്രമ്മുകൾ അടിക്കുന്നത് പോലെ എന്ന് മാർക്കോ എഴുതിയിട്ടുണ്ട്. ഈ യാത്ര മാർക്കോയെ സംബന്ധിച്ചിടത്തോളം ഒരു ധ്യാനം പോലെയായിരുന്നു. ചുറ്റും നോക്കുമ്പോൾ ശൂന്യത മാത്രം. സംസാരിക്കാൻ കൂടെയുള്ളത് അച്ഛനും ചിറ്റപ്പനും മാത്രം. അവൻ്റെ ചിന്തകൾ മുഴുവൻ അവൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു. വെനീസിലെ വീടിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും, അവൻ കണ്ടിട്ടില്ലാത്ത മുഖം, കൂട്ടുകാരെക്കുറിച്ചുമെല്ലാം അവൻ ഓർത്തു. ഈ യാത്രയുടെ അർത്ഥം എന്താണ്? താൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? ഈ ചോദ്യങ്ങളെല്ലാം
അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. മാസങ്ങൾ നീണ്ട ആ മരുഭൂമി യാത്രയുടെ അവസാനം ദൂരെയായി പച്ചപ്പിൻ്റെ ഒരു നേരത്തെ രേഖ കണ്ടപ്പോൾ അവർക്ക് എന്ത് ആശ്വാസമായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? മരീചികയല്ല, യഥാർത്ഥ പച്ചപ്പ്. അവർ ഗോബി മരുഭൂമി കടന്നിരിക്കുന്നു. അവരെത്തിച്ചേർന്നത് ഇന്നത്തെ ചൈനയിലെ ഗാൻസു പ്രവിശ്യയുടെ ഭാഗമായ ഷാജൗ അഥവാ ഇന്നത്തെ ദുൻഹ്വാങ് എന്ന മരുപ്പച്ചയിലാണ്. അതൊരു പുതിയ ലോകത്തിൻ്റെ കവാടമായിരുന്നു. ദുൻഹ്വാങ് സിൽക്ക് റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു. അവിടെയാണ് 1000 ബുദ്ധന്മാരുടെ ഗുഹകൾ എന്നറിയപ്പെടുന്ന മൊഗാവോ ഗുഹകൾ സ്ഥിതി ചെയ്തിരുന്നത്. നൂറ്റാണ്ടുകളായി ബുദ്ധമത വിശ്വാസികളും സന്യാസിമാരും പാറകൾ തുരന്നുണ്ടാക്കിയ ആയിരക്കണക്കിന് ഗുഹാക്ഷേത്രങ്ങൾ. ഓരോ ഗുഹയ്ക്കുള്ളിലും അതിമനോഹരമായ ചുവർച്ചിത്രങ്ങളും ശില്പങ്ങളും. ബുദ്ധൻ്റെ ജീവിതത്തിലെ പല ഭാഗങ്ങളും, ജാതക കഥകളും അക്കാലത്തെ ജനങ്ങളുടെ ജീവിത രീതികളുമെല്ലാം ആ ചിത്രങ്ങളിൽ അവർ വരച്ചു വച്ചിരുന്നു. ഒരു കത്തോലിക്കനായി വളർന്ന മാർക്കോയ്ക്ക് ബുദ്ധമതം ഒരു പുതിയ കാഴ്ചയായിരുന്നു. ബുദ്ധവിഗ്രഹങ്ങളെ അവൻ വിഗ്രഹങ്ങളെന്നാണ് വിശേഷിപ്പിച്ചതെങ്കിലും ആ കഥയുടെ മഹത്വവും ആളുകളുടെ അഗാധമായ ഭക്തിയും അവനെ അത്ഭുതപ്പെടുത്തി. ആളുകൾ വളരെ ഭക്തിയോടെ ആ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്നതും നേർച്ചകൾ അർപ്പിക്കുന്നതും അവൻ കണ്ടു. അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും അവൻ കൗതുകത്തോടെ നിരീക്ഷിച്ചു. ദുൻഹ്വാങ്ങിൽ നിന്ന് അവർ കിഴക്കോട്ട് യാത്ര തുടർന്നു. അവരിപ്പോൾ പ്രവേശിക്കുന്നത് കുബ്ലൈ ഖാൻ്റെ സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ അതിർത്തികളിലേക്കാണ്. ഈ പ്രദേശങ്ങളെല്ലാം മംഗോളിയൻ ഭരണത്തിന് കീഴിലായിരുന്നു. ഇവിടെ വെച്ചാണ് മാർക്കോ മംഗോളിയൻ ഭരണരീതിയുടെ ആദ്യത്തെ സൂചനകൾ കണ്ടു തുടങ്ങിയത്. അവർ സുജൗ എന്ന മറ്റൊരു നഗരത്തിലെത്തി. അവിടെ ധാരാളം റബ്ബർ ബാർബ് എന്ന ചെടി വളരുന്നത് അവൻ കണ്ടു. യൂറോപ്പിൽ ഇത് വയറിളക്കാനുള്ള ഒരു മരുന്നായി വലിയ വിലയ്ക്ക് വിറ്റിരുന്ന ഒരു സാധനമാണ്. ഇവിടെ അത് ധാരാളമായി വളരുന്നു എന്ന് കണ്ടപ്പോൾ ഒരു കച്ചവടക്കാരൻ്റെ മകനായ മാർക്കോയുടെ കണ്ണുകൾ വിടർന്നു. സുജൗവിൽ വെച്ച് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളെ ഭയമായിരുന്നു. മംഗോൾ ഭരണാധികാരികൾ മതസഹിഷ്ണുത പുലർത്തിയിരുന്നെങ്കിലും പ്രാദേശികമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. യാത്ര തുടരുംതോറും ഓരോ പട്ടണത്തിലും അവരെ കാത്ത് കുബ്ലൈ ഖാൻ്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. പോളോകൾ വരുന്നുണ്ടെന്ന വാർത്ത അവർക്ക് മുൻകൂട്ടി ലഭിച്ചിരുന്നു. അവർക്ക് വേണ്ട സൗകര്യങ്ങളും സംരക്ഷണവും ഖാൻ്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ ഒരുക്കി കൊടുത്തു. യാത്രയുടെ തുടക്കത്തിലെ ആ അരക്ഷിതാവസ്ഥയെല്ലാം ഇപ്പോൾ മാറിയിരുന്നു. അവരിപ്പോൾ വെറും കച്ചവടക്കാരല്ല, മഹാരാജാവിൻ്റെ അതിഥികളാണ്. ഏകദേശം 3.5 വർഷം നീണ്ട അപകടങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു നീണ്ട യാത്ര. വെനീസിൽ നിന്ന് പുറപ്പെട്ട ആ 17 വയസ്സുകാരൻ ഇപ്പോൾ 21 വയസ്സുള്ള ഒരു യുവാവായി മാറിയിരിക്കുന്നു. അവൻ്റെ മുഖത്ത് യാത്രയുടെ ക്ഷീണമുണ്ട്, പക്ഷെ കണ്ണുകളിൽ ലോകം കണ്ടതിൻ്റെ തിളക്കമുണ്ട്. അവനിപ്പോൾ പല ഭാഷകൾ സംസാരിക്കും, പല സംസ്കാരങ്ങളെക്കുറിച്ച് അവനറിയാം. ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ധൈര്യമുണ്ട്. അവർ കുബ്ലൈ ഖാൻ്റെ വേനൽക്കാല വസതിയായ ഷാണ്ടൂവിനെ ഏകദേശം 40 ദിവസത്തെ യാത്രാ ദൂരത്തിലെത്തിയിരിക്കുന്നു. ഖാൻ അവരെ കാണാൻ അക്ഷമനായി കാത്തിരിക്കുന്നു എന്ന സന്ദേശം അവർക്ക് ലഭിച്ചു. ഗോബി മരുഭൂമിയുടെ അനന്തമായ ശൂന്യതയും പിന്നിലാക്കി പോളോ സംഘം ഇപ്പോൾ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിൻ്റെ ഹൃദയഭൂമിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ നാടിനെ അവർ വിളിച്ചിരുന്നത് കഥായ് എന്നായിരുന്നു, ഇന്നത്തെ വടക്കൻ ചൈന. യൂറോപ്പിൽ കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന, ഭാവനയിൽ മാത്രം കണ്ടിരുന്ന ആ ലോകം ഇപ്പോൾ അവരുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അവർ സഞ്ചരിക്കുന്ന ഓരോ ചുവടിലും ലോകം മാറുന്നത് മാർക്കോ അനുഭവിച്ചറിഞ്ഞു. പേർഷ്യയിലും മധ്യേഷ്യയിലും കണ്ട കാഴ്ചകളിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തം. വഴിയോരങ്ങൾ കൂടുതൽ ജനനിബിഡമായി, കൃഷിയിടങ്ങൾ കൂടുതൽ വലുതും ചിട്ടയുള്ളതുമായി. നെൽപ്പാടങ്ങൾ, ഗോതമ്പ് പാടങ്ങൾ, പലതരം പച്ചക്കറിത്തോട്ടങ്ങൾ എല്ലാം വളരെ ആസൂത്രിതമായി ചെയ്തിരിക്കുന്നു. കർഷകർ നിലമുഴുന്നതും വെള്ളം തിരിച്ചുവിടുന്നതും കണ്ടപ്പോൾ ഇത്രയും വലിയൊരു ജനതയെ തീറ്റിപ്പോറ്റുന്ന ഒരു ഭരണകൂടത്തിൻ്റെ മികവ് മാർക്കോ തിരിച്ചറിഞ്ഞു. അവനെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒന്ന് ഇവിടുത്തെ നഗരങ്ങളായിരുന്നു. യൂറോപ്പിലെ നഗരങ്ങൾ പോലെ ഇടുങ്ങിയ തെരുവുകളും തിക്കും തിരക്കുമല്ല, വിശാലമായ നേർരേഖയിലുള്ള തെരുവുകൾ, കൃത്യമായ അകലത്തിൽ വെട്ടിമുറിച്ചതുപോലെ. നഗരങ്ങൾ ചതുരാകൃതിയിൽ പ്ലാൻ ചെയ്ത് നിർമ്മിച്ചവയായിരുന്നു. ഓരോന്നിനും വലിയ കോട്ടകളും കോട്ടയ്ക്ക് ചുറ്റും വെള്ളം നിറഞ്ഞ കിടങ്ങുകളും. ഇവിടെ വെച്ചാണ് മാർക്കോ പോളോ ആദ്യമായി കൽക്കരിയുടെ വ്യാപകമായ ഉപയോഗം കാണുന്നത്. അവനതിനെ വിശേഷിപ്പിച്ചത് കത്തുന്ന കറുത്ത കല്ലുകൾ എന്നാണ്. കഥായിലെ ആളുകൾ വിറകിനു പകരം ഒരുതരം കറുത്ത കല്ല് മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത് കത്തിക്കുന്നു. ഈ കല്ലുകൾ വിറകിനേക്കാൾ നന്നായി കത്തുന്നു, കൂടുതൽ നേരം ചൂട് നിൽക്കുകയും ചെയ്യുന്നു. രാത്രി മുഴുവൻ തീ അണയാതെ നിൽക്കും. ഈ കല്ലുകൾക്ക് വലിയ വിലയൊന്നുമില്ലാത്തതുകൊണ്ട് രാജ്യത്തെ എല്ലാ വീടുകളിലും ആളുകൾ കുളിക്കാനും മറ്റുമായി ദിവസവും ചൂടുവെള്ളം തയ്യാറാക്കുന്നു. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. യൂറോപ്പിൽ ആളുകൾ വിറക് കിട്ടാൻ ബുദ്ധിമുട്ടുമ്പോൾ
ഇവിടെ ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കൽക്കരി എന്ന ഇന്ധനം യാതൊരു പഞ്ഞവുമില്ലാതെ ഉപയോഗിക്കുന്നു. മാർക്കോയ്ക്കത് വിശ്വസിക്കാനായില്ല. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ പുരോഗതിയുടെ അടയാളമായി അവൻ അതിനെ കണ്ടു. മറ്റൊരു അത്ഭുതം ഇവിടുത്തെ ഗതാഗത സംവിധാനമായിരുന്നു. ഗ്രാൻഡ് കനാൽ എന്ന മനുഷ്യനിർമ്മിതമായ ഒരു ഭീമാകാരമായ ജലപാത അവൻ കണ്ടു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കനാൽ. ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ രാജ്യത്തിൻ്റെ തെക്കും വടക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജലപാത. അതിലൂടെ നൂറുകണക്കിന് വഞ്ചികളും ബോട്ടുകളും ചരക്കുകളുമായി ഒഴുകി നീങ്ങുന്നു. അരിയും ധാന്യങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ കനാലിലൂടെയാണ്. ഈ കനാലില്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പട്ടിണിയുണ്ടാകുമായിരുന്നു. ഇത്രയും വലിയൊരു എഞ്ചിനീയറിംഗ് വിസ്മയം ലോകത്ത് മറ്റെവിടെയും ഉണ്ടാകില്ലെന്ന് മാർക്കോ ഉറപ്പിച്ചു. അവർ ചൈത്ര ചെയ്യുന്ന വഴികളിലെല്ലാം കൃത്യമായ ഇടവേളകളിൽ പോസ്റ്റൽ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അവൻ കണ്ടു. ചക്രവർത്തിയുടെ സന്ദേശങ്ങൾ രാജ്യത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് വളരെ വേഗത്തിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു അത്. ഓരോ 25-30 മൈൽ ദൂരത്തിലും ഓരോ സ്റ്റേഷൻ. അവിടെ സന്ദേശവാഹകർക്ക് മാറാനായി നല്ല ആരോഗ്യമുള്ള കുതിരകളെ എപ്പോഴും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാകും. ഒരു സന്ദേശവാഹകൻ കുതിരയെ ഓടിച്ച് അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും അടുത്തയാൾ കുതിരപ്പുറത്ത് തയ്യാറായി നിൽപ്പുണ്ടാകും. സന്ദേശം കൈമാറി അടുത്തയാൾ മിന്നൽ വേഗത്തിൽ പായും. ഈ സംവിധാനം കാരണം ഒരു ദിവസം കൊണ്ട് അവർ 200-250 മൈൽ ദൂരം വരെ സന്ദേശങ്ങൾ എത്തിച്ചിരുന്നു. അതായത് 10 ദിവസം കൊണ്ട് 2500 മൈൽ. ഇത് സാധാരണ സന്ദേശങ്ങൾക്ക്. ഇനി അതീവ പ്രാധാന്യമുള്ള എന്തെങ്കിലും സന്ദേശമാണെങ്കിൽ കാൽനടക്കാരായ ഓട്ടക്കാരുമുണ്ട്. അവർ ഇതിലും വേഗത്തിൽ രാവും പകലും ഓടി സന്ദേശങ്ങൾ കൈമാറും. ഈ പോസ്റ്റൽ സ്റ്റേഷനുകൾ വെറും സന്ദേശം കൈമാറാനുള്ള സ്ഥലങ്ങൾ മാത്രമായിരുന്നില്ല. ചക്രവർത്തിയുടെ അതിഥികൾക്കും ഉദ്യോഗസ്ഥർക്കും താമസിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പോളോകൾക്കും ഈ സ്റ്റേഷനുകളിൽ രാജകീയമായ സ്വീകരണമാണ് ലഭിച്ചത്. യാത്രയുടെ തുടക്കത്തിൽ സത്രങ്ങളിൽ പണം കൊടുത്ത് താമസിച്ചതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ അനുഭവം. ഇതിനെല്ലാം ഉപരി മാർക്കോയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഇവിടുത്തെ ജനങ്ങളായിരുന്നു. അവർ പൊതുവെ സമാധാനപ്രിയരും കഠിനാധ്വാനികളുമായിരുന്നു. അവരുടെ വസ്ത്രധാരണം, മുടികെട്ടുന്ന രീതി, ഭക്ഷണം കഴിക്കാൻ കോലുകൾ, ചോപ്സ്റ്റിക്സ് ഉപയോഗിക്കുന്നത് എല്ലാം അവന് പുതിയ കാഴ്ചകളായിരുന്നു. പട്ടുതുണികൾ ഇവിടെ വളരെ സാധാരണമായിരുന്നു. യൂറോപ്പിൽ രാജാക്കന്മാർ മാത്രം ഉപയോഗിക്കുന്ന പട്ട് ഇവിടെ സാധാരണക്കാർ പോലും ധരിക്കുന്നു. പോളോ സംഘം കുബ്ലായ് ഖാന്റെ വേനൽക്കാല തലസ്ഥാനമായ ഷാങ്ഡു ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത്. വഴിയിൽ അവർക്ക് വിശ്രമിക്കാനും തയ്യാറെടുപ്പുകൾ നടത്താനും വേണ്ടി ഒരു നഗരത്തിൽ തങ്ങാൻ നിർദ്ദേശം ലഭിച്ചു. അവിടെ വെച്ച് കുബ്ലായ് ഖാന്റെ പ്രതിനിധികൾ അവരെ സ്വീകരിച്ചു. അവർക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകി. യാത്രയുടെ പൊടിയും അഴുക്കും പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചപ്പോൾ അവരുടെ രൂപം തന്നെ മാറി. വർഷങ്ങൾ നീണ്ട യാത്രയുടെ ക്ഷീണമെല്ലാം ആ രാജകീയമായ പരിചരണത്തിൽ അലിഞ്ഞില്ലാതായി. ഇവിടെ വെച്ച് നിക്കോളോയും മഫിയോയും മാർക്കോയ്ക്ക് അവസാനവട്ട ഉപദേശങ്ങൾ നൽകി. ചക്രവർത്തിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ വിനയത്തോടെ പെരുമാറണം. കണ്ണുകളിൽ നോക്കി സംസാരിക്കരുത്. അദ്ദേഹം ചോദിക്കുന്നതിന് മാത്രം വ്യക്തമായി ഉത്തരം നൽകണം. നിന്റെ ബുദ്ധിയും ഓർമ്മശക്തിയും അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. അച്ഛൻ്റെയും ചിറ്റപ്പൻ്റെയും വാക്കുകൾ കേൾക്കുമ്പോൾ മാർക്കോയുടെ ഹൃദയമിടിപ്പ് കൂടി. 3.5 വർഷമായി താൻ കേൾക്കുന്ന, മനസ്സിൽ ആരാധിക്കുന്ന ആ മനുഷ്യൻ്റെ മുന്നിലേക്കാണ് താൻ പോകുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ, ജെങ്കിസ് ഖാൻ്റെ പേരക്കുട്ടി. അവസാനം ആ ദിവസമെത്തി. അവർ ഷാങ്ഡു നഗരത്തിലേക്ക് പ്രവേശിച്ചു. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത ഒരു നഗരം. നഗരത്തിന് നടുവിലായി മാർബിൾ കൊണ്ടും മറ്റു വിലയേറിയ കല്ലുകൾ കൊണ്ടും നിർമ്മിച്ച ഒരു കൂറ്റൻ കൊട്ടാരം. കൊട്ടാരത്തിനു ചുറ്റും വിശാലമായ പൂന്തോട്ടങ്ങൾ, അരുവികൾ, പലതരം മൃഗങ്ങളെ വളർത്തുന്ന ഒരു പാർക്ക്. ഈ കൊട്ടാരത്തിൻ്റെ മേൽക്കൂരകൾ സ്വർണം പൂശിയിരുന്നത് കാരണം ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് വെയിലത്ത് തിളങ്ങുന്നുണ്ടായിരുന്നു. അവർ കൊട്ടാരവളപ്പിലേക്ക് കടന്നു. എങ്ങും പട്ടാളക്കാർ, ഉദ്യോഗസ്ഥർ, പലതരം വേഷം ധരിച്ച ആളുകൾ. ഒരു നിമിഷം മാർക്കോ നിശ്ചലനായി നിന്നുപോയി. വെനീസിലെ ഒരു സാധാരണ കച്ചവടക്കാരൻ്റെ മകനായ താനിപ്പോൾ ലോകത്തിൻ്റെ അധിപൻ്റെ കൊട്ടാരത്തിൽ. കൊട്ടാരത്തിൻ്റെ പ്രധാന ഹാളിലേക്ക് അവരെ ആനയിച്ചു. ആ ഹാളിൻ്റെ വലിപ്പം കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വലുതായിരുന്നു ആ ഹാൾ. ആ ഹാളിൻ്റെ അങ്ങേയറ്റത്ത് ഉയർന്ന ഒരു സിംഹാസനത്തിൽ ആ മനുഷ്യൻ ഇരിക്കുന്നു, കുബ്ലായ് ഖാൻ. അദ്ദേഹത്തിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും ആ മുറിയിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നതായി മാർക്കോയ്ക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ചുറ്റും സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രമുഖരായ പ്രഭുക്കന്മാരും സൈന്യാധിപന്മാരും ഇരിക്കുന്നു. നിക്കോളോയും മഫിയോയും ചക്രവർത്തിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. മാർക്കോയും അവരെ അനുകരിച്ചു. കുബ്ലായ് ഖാൻ അവരെ എഴുന്നേൽക്കാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് നിക്കോളോയോടും മഫിയോയോടും ചോദിച്ചു,
സ്വാഗതം എൻ്റെ സുഹൃത്തുക്കളെ. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് സുഖമാണോ? അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു മഹാരാജൻ, നിക്കോളോ മറുപടി പറഞ്ഞു. ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം നിങ്ങൾ കൊണ്ടുവന്നോ? പുരോഹിതന്മാരും വിശുദ്ധ എണ്ണയും. നിക്കോളോ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. പോപ്പ് മരിച്ചതും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പും ഒടുവിൽ പുതിയ പോപ്പ് അവർക്ക് നൽകിയ കത്തുകളും സമ്മാനങ്ങളും കൂടെ വന്ന പുരോഹിതന്മാർ പേടിച്ച് തിരികെ പോയതും എല്ലാം. എന്നിട്ട് അവർ പോപ്പിൻ്റെ കത്തുകളും ജെറുസലേമിൽ നിന്നുള്ള വിശുദ്ധ എണ്ണയും ഖാന് സമർപ്പിച്ചു. ഖാൻ എല്ലാം ക്ഷമയോടെ കേട്ടു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മാർക്കോയുടെ നേരെ തിരിഞ്ഞു. ഇതാരാണ്? അദ്ദേഹം ചോദിച്ചു. മഹാരാജൻ, ഇതെൻ്റെ മകനാണ്, അങ്ങയുടെ ദാസൻ, നിക്കോളോ അഭിമാനത്തോടെ പറഞ്ഞു. അവനും സ്വാഗതം, ഖാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു.